ആ, ആ, ഹരിയോം. ഹരിയം സ്വാമിയമ്മേ. അപ്പം അപ്പോ തുടങ്ങാൻ നമുക്ക് ഇന്നലെ ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഡിസ്കസ് ചെയ്താൽ കൊള്ളായിരുന്നു. കാരണം നമുക്ക് ഇന്നലെ ഒരു പൂർണ്ണമായിട്ടൊരു ക്ലാരിറ്റിയിലേക്ക് പോവാൻ പറ്റിയില്ല. വായിച്ചായിരുന്നോ അത്? ഞാനപ്പോ ഒന്ന് വായിച്ചു. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ കോൺസെപ്റ്റ്സും പ്രിസെപ്റ്റ്സും ഇതുമൊക്കെ പറയുന്നു. ഇപ്പൊ ഈ പറയുന്ന 4 പേജില്, അതായത് 13 to 16 ഈ വാക്കുകൾ നമുക്ക് വീണ്ടും കാണാം. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയതായിട്ട് കാണുന്നത് ഒരു ആക്സിയോമാറ്റിക് എന്ന് പറഞ്ഞൊരു ടേം കാണുന്നുണ്ട്, അല്ലേ? അപ്പം അതിന്റെ ഒരു വെർബാറ്റിൻ നമ്മൾ സെമാന്റിക് മീനിങ് നോക്കുവാണെങ്കിൽ സെൽഫ് എവിഡന്റ് അല്ലെങ്കിൽ ഫാക്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ ടോട്ടാലിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് എക്സാക്ട്ലി ഈ പറയുന്ന എ പ്രയോറിയോ പോസ്റ്റീരിയോറിയോ ആയിട്ട് നമുക്കതിനെ കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് മോർ ടുവേർഡ്സ് ദ എ പ്രയോറി പ്രിൻസിപ്പിൾസ്, അല്ലേ? കാരണം അത് എന്താണ് അൾട്ടിമേറ്റ് ട്രൂത്ത്, എപ്പിസ്റ്റിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ, എപ്പിസ്റ്റിയോളജിക്കൽ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു നോളജ്. അപ്പോ ജനറൽ ആയിട്ടുള്ള ആ നോളജ് അതിനെ ബേസ് ചെയ്ത് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം അത് ജനറൽ ആയിട്ടുള്ള ആ റിയൽ ട്രൂത്തിന്റെ അടുത്തോട്ട് പോകുമ്പോൾ പോസിബിൾ ട്രൂത്തും അതും. അപ്പൊ ആക്സിയോമാറ്റിക് ഒറിജിൻ എന്ന് പറയുമ്പം അങ്ങനെ പിന്നെ കൂടുതൽ എപ്രയോറിയുടെ അടുത്താ. കാരണം അത് ഒരു സെൽഫ് എവിഡന്റ് ട്രൂത്ത് ആണ്. അപ്പം അത് നമ്മൾ പ്രിസെപ്റ്റ്സിൽ കൂടെ വന്നാലും കോൺസെപ്റ്റ്സിൽ കൂടെ വന്നാലും അതിലേക്ക് എത്തും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിള് എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടയ്ക്ക് പറയുന്ന നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു പുഷ്പത്തിന്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിന്റെ സ്മെല്ലാണ് റിയാലിറ്റി ഉള്ളതെന്നും, എന്നാൽ നമുക്കിതിന് പല നേത്രങ്ങളും കൊണ്ട് നമുക്കതിനെ പല സയന്റിഫിക് ആയിട്ട് പല നെയിംസ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെമ്പരത്തി ആണെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിന്റെ സയന്റിഫിക് നെയിം നമുക്കതിനെ വിളിക്കാൻ പറ്റും. അപ്പം അത് പല പല ലാംഗ്വേജസിൽ അതിന് പല പല പേരുകളും നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ കാണുന്നു, സെൻസ് കൊണ്ട് മനസ്സിലാക്കുന്നു, നമ്മൾ അതിന് ഒരു പേര് കൊടുക്കുന്നു. എന്നാൽ എവിടെ പോയാലും ആ സത്യം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഉള്ളത്. അപ്പം അതേ കണക്ക് തന്നെ ഈ ഈശ്വരന്റെ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ലാംഗ്വേജ് എടുത്താൽ തന്നെയും ഈ ആക്സിയോമാറ്റിക് എന്ന് പറയുന്നത് ആ കോണ്ടെക്സ്റ്റില് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇതിൽ പറയുന്ന എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത്, ഇപ്പം കോൺസെപ്ച്വൽ നോളജ് എന്ന് പറയുമ്പോഴും അതും ഒരു ഡിക്ഷണറിയാണ്. അതേ കണക്ക് തന്നെയാണ് എന്താണ്, കാരണം ആ ഡിക്ഷണറി എന്ന് പറയുന്നത് ഓരോ ലാംഗ്വേജസിലും അതിന്റെ സിമാന്റിക്സ് അനുസരിച്ചിട്ട്, അവിടെ കൾച്ചറൽ ദിസ്റ്റിങ് അനുസരിച്ച്, അവരുടെ ഫാബിൾസ് അനുസരിച്ചിട്ട്, അവരുടെ പ്രോവർബിയൽ കോൺസെപ്റ്റ്സ് അനുസരിച്ച്, അവരുടെ മിത്തോളജി അനുസരിച്ചിട്ട് ഒരു സിമാന്റിക് മീനിങ് കൊടുത്തിട്ടുണ്ട്. ചൈനീസ് ആവാം, ടിബറ്റൻ ആവാം, ഇന്ത്യൻ ആവാം, വെസ്റ്റേൺ ആവാം, മിഡിൽ ഈസ്റ്റ് ആവാം. സോ they have given their own theological this thing which is a semantics. അപ്പം അതൊരു കോൺസെപ്റ്റ്സ് ആണ്, നമ്മൾ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ അകത്ത് വരുന്നതാണ്. അപ്പം അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ സയന്റിഫിക് നോളജ് ഒരു സെൻസ് ഡേറ്റ വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ ഒബ്സർവേഷൻ ബേസ് ചെയ്ത് കുറേ ടെർമിനോളജി ഒക്കെ നമ്മൾ ഡിവൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഡിവൈസ് ചെയ്ത് കൊണ്ടുവരുമ്പം ആക്സിയോമാറ്റിക് എന്ന് പറയുന്നത് ഈ രണ്ട് ഇതിൽ നിന്നും, ഈ സിമാന്റിക്സിന്റെ ഇതിൽ നിന്നും ഈ പറയുന്ന പോസ്റ്റീരിയോറി പ്രിൻസിപ്പിൾസ് അല്ലെ സെൻഷ്യൽ ഡേറ്റ നിന്നും ഈ രണ്ട് വെർട്ടിക്കൽ ആക്സസ്, രണ്ട് ഡിഫറെന്റ് പോൾസിൽ നിന്നും നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ വരണം.
പക്ഷെ ഇന്ന് കാണുന്ന ഇന്റർമീഡിയറ്റ് ലെവലിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു കൊച്ചു കുട്ടിയെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് അവന് പ്രാക്ടിക്കലായിട്ട് ഒരു പുഷ്പം എന്ന് പറയുന്നത് അവനെ കാണിച്ചു കൊടുത്ത് അതിന് പറയുന്നതിനുപരി അവന് കുറേ ഡയഗ്രാംസും ഒരു ഇത് എടുത്ത് ഒരു ബുക്ക് മാത്രം എടുത്ത് ടെക്സ്റ്റൽ നോളജ് കൊടുക്കുന്നതിന്റെ ആ ഒരു ദയനീയാവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു അപ്പൊ ഈ ഗ്യാപ്പ് നമുക്ക് മാക്സിമം കുറച്ച് കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരു ഇടയ്ക്ക് ഡെസ്കാർട്ടസിന്റെ ഒരു എക്സാമ്പിൾ അദ്ദേഹം ഈ പറയുന്ന ഈ സയന്റിഫിക് നോളജും ആക്സിയോമാറ്റിക് തിങ്കിന്റെയും പ്രസക്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഐ തിങ്ക് therefore ഐ ആം. അപ്പം എന്റെ തിങ്കിങ് ആണ് ഞാൻ. അപ്പം ആ തിങ്കിങ് എന്ന് പറയുന്നത് ആദ്യം യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഇങ്ങനെയാണ്, മനസ്സിലാക്കി തെറ്റുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തണം എന്നെ. ഡെസ്ക്രൈബ്സിന്റെ അപ്പൊ ആ തിങ്കിങ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് അത് ആദ്യത്തെ ഒരു പോളിലാണ്. അതായത് ആ സെൻഷ്വൽ അല്ലെങ്കിൽ പെർസെപ്റ്ററി ഇതിൽ നിൽക്കുകയാണ്. മൈ തിങ്കിങ് ഈസ് വാട്ട് ഈസ് ട്രൂ. അത് പറയുമ്പോൾ തന്നെ he further adds in the said work which is quoted here, when the mind afterwards reviews the different ideas that are in it, it discovers what is by far the chief among them, that of being omniscient, all powerful and absolutely perfect. And it observes that in this idea there is contained not only possible and contingent existence, as in the idea of all other things, which it clearly perceives, but existence absolutely necessary and eternal. അപ്പം ഈ പറയുന്ന ഈ മൈൻഡ് തന്നെ ഐ തിങ്ക് വാട്ട് ഇറ്റ് ഇസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇറ്റ് ഇസ് അല്ലെങ്കിൽ ഡിഫറെന്റ് വ്യൂസിൽ നിന്ന് it comes to the knowledge that there is a chief among them, that is the omniscient, all powerful, omnipotent, omnipresent, that is what has always been there and that can never be negated. അപ്പം ഈ പറയുന്ന ഫിലോസഫേഴ്സും പറയുന്നത് ആ ഒരു സത്യത്തെ കുറിച്ച് തന്നെയാണ്. അതാണ് ആ സത്യമാണ് ആക്സിയോമാറ്റിക് സോഴ്സ് എന്ന് പറയുന്നത്. അതെ, ദാറ്റ് ഇസ് എ ന്യൂ ലാംഗ്വേജ് അല്ലെങ്കിൽ ആക്സിയോമാറ്റിക് ഇതിലേക്ക് ഈ പറയുന്ന മോഡേൺ വേൾഡ് വരികയാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ഇദ്ദേഹം പറയുന്നതാണ് ഈ പറയുന്ന ഇത് മോഡേൺ വേൾഡ്. അതായത് ഇപ്പം നമുക്ക് ഇപ്പം സയന്റിസ്റ്റ് ആയാലും ദേ ഹാവ് നൗ ദെയർ ഓൺ സിമാൻറ്റിക്സ്. കാരണം ഇപ്പം റഷ്യൻ സയന്റിസ്റ്റ് ആയാലും അമേരിക്കൻ കൗണ്ടർ പാർട്ട് ആയാലും സേ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് in the language of say quantum mechanics or nuclear physics. അപ്പം അപ്പൊ അങ്ങനെ ഒരു സെമാൻറ്റിക്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മോഡേൺ സൊസൈറ്റിക്ക് ഈ പറയുന്ന ആക്സിയോമാറ്റിക് തിങ്കിങ്ങും നെസസറിയാണ്. ഈ പറയുന്ന കോൺസെപ്ഷ്യൽ ഡേറ്റയും ആ ഒരു സത്യത്തെയും മോഡേൺ വേൾഡ് കോൾ ഫോർത്ത് എ ന്യൂ ലാംഗ്വേജ് ബിയോണ്ട് ലാംഗ്വേജ് that is not confined to any particular geographical limit or thinking. കാരണം അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പൊ അതിന് അപ്പുറമായിട്ടുള്ള അതാണ് സയന്റിഫിക് ആയിട്ട് കോഡിഫൈ ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രീ ഓഫ് പ്രൊഫൈററി അത് എനിക്ക് മനസ്സിലായില്ല എന്താണ് അത്. ഈ കാരണം ആക്സിയോമാറ്റിക് തിങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് പേജ് നമ്പർ 15 ലാസ്റ്റ് പാര, അതായത് കറസ്പോണ്ടിങ് ടു ദിസ് ഡിസെൻഡിങ് റാമിഫിക്കേഷൻ വി ക്യാൻ ബിൽഡ് അപ്പ്. റാമിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. there can be a hierarchy of concepts belonging to sets or subsets representing different grades of significant human values with their corresponding terms, which all dictionaries of any linguistic region are seen to
be filled. അതെ, അതാ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത്. കാരണം അതിന്റെ ലിമിറ്റ് ആണ് നമ്മൾ പറയുന്നത്. കാരണം word and meaning are coupled together as with dictionaries with a one correspondence between them. അപ്പൊ അത് വേർഡ്സിന്റെ മീനിങ് ഉണ്ട്. അപ്പൊ പിന്നെ കോറസ്പോണ്ടിങ് ടു ദിസ്, അപ്പൊ അങ്ങനെ വരുമ്പോ ഈ റാമിഫിക്കേഷൻ ഉണ്ടല്ലോ, കോറസ്പോണ്ടിങ്, അപ്പൊ ഈ ഡിവിഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന കോറസ്പോണ്ടിങ് ടു ദിസ് descending ramification we can build up from the necessary pole of existence, a ramification of perceptually ascending terms resembling a tree of porphyry. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ വേർഡ്സിന് ഇങ്ങനെ റാമിഫിക്കേഷൻ കുറയുവാണെങ്കിൽ മറുവശത്ത് ലാംഗ്വേജസിന്റെ അല്ല മറ്റേതിന്റെ, എന്താണ് പറഞ്ഞത്, സയൻസിന്റെ, മറ്റേ പിന്നെ ഒരു സയൻസിന്റെ ഒരു ന്യൂ ലാംഗ്വേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്, ആ പോയിന്റിൽ നോക്കുമ്പം ascending terms, there will be some ascending terms resembling a tree of porphyry. അത് ആ റാമിഫിക്കേഷൻ എന്തിന്റെ ആയിരിക്കും? പെർസെപ്ച്വാലിറ്റിയുടെ. അതെ, പെർസെപ്ച്വാലിറ്റിയുടെ സയന്റിഫിക് ഒരു ഇതായിരിക്കും ട്രീ ഓഫ് പ്രൊഫൈറി പറയുന്നത്. അല്ലേ? അതാണ് ആ എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ടെർമിനോളജീസും ഒക്കെ അത് വേർഡ്സും ഒക്കെ. അപ്പൊ അടുത്തത് ascending and descending ramified sets meets in a tragic no man's land already referred to as a region where innocent school children suffer boredom of their school rooms. അത് തന്നെ ഇപ്പൊ നമ്മൾ ഈ പറയുമ്പം ഈ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ആ ടേം? അസെൻഡിങ് ടേംസ് എന്ന് പറഞ്ഞാൽ കൂടുന്നത്, ഡിസെൻഡിങ് ടേംസ് എന്ന് പറഞ്ഞാല് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അസെൻഡ് ചെയ്യുന്ന വെച്ചാൽ മുകളിലോട്ട് കുറയുന്നത്. അത് എന്തിന്റെയാണ് അത് ഉദ്ദേശിക്കുന്നത്? അസെൻഡിങ് ഡിസെൻഡിങ് എന്തിന്റെയാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇത് പറഞ്ഞത്, അതായത് പിന്നെ എന്താ ടേംസിന്റെ റാമിഫിക്കേഷൻ. റാമിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ചെയ്യണം അല്ലേ? റാമിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതിന്റെ എൻഡ് റിസൾട്ട്, അതിൽ നിന്ന് നമുക്ക് കൺസ്ട്രൂ ചെയ്തെടുക്കാൻ പറ്റുന്നത്. വാട്ട് ഇസ് ദ റാമിഫിക്കേഷൻ ഓഫ് ദിസ്? ഈ പറയുന്ന ഡിസ്കഷന്റെ റാമിഫിക്കേഷൻ അല്ലെങ്കിൽ ഒട്ടുതുക എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് പറയുന്നത് പിന്നെ ഫ്രം ദ നെസസറി പോൾ ഓഫ് എക്സ്, അവിടെ നിന്ന് വരുന്നതിന്റെ കൺസ്ട്രൂ ചെയ്യുന്ന എടുക്കുന്ന എന്താണ്, അതല്ലാതെ പെർസെപ്ച്വലിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്നത് എത്രയാണ്, എന്താണ്? അപ്പോ അത് രണ്ടും നോക്കും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് റാമിഫൈഡ് സെറ്റ്സ് മീറ്റ്. ഇത് തന്നെ ആയിരിക്കും. എന്താണ് പറയാ, ഈ കൺസെപ്ച്വലിസം പിന്നെ പെർസെപ്ച്വലിസത്തിന്റെയും. ഇത് എനിക്ക് എന്താ ചോദിക്കുന്നത്, ഈ ട്രീ ഓഫ് പ്രൊഫൈറി ഇപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. അത് ഒരു തോട്ടാവാം, എക്സ്റ്റെൻഡഡ് ഇത് വരാം. ആ എക്സ്റ്റെൻഡഡ് ഇതിൽ നിന്നാണ് ഈ പറയുന്ന അനിമേറ്റ് അല്ലെങ്കിൽ ഇൻഅനിമേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് വരുന്നത്. അപ്പൊ അനിമേറ്റിൽ നിന്ന് അനിമൽസ് വരുന്നു. അത് റാഷണൽ ആവാം, റാഷണൽ ഇല്ലാത്തതാവാം. റാഷണൽ ഹ്യൂമൻ ബീയിങ് ആവുന്നു. ഹ്യൂമൻ ബീയിങ്ങിൽ തന്നെ ദാറ്റ് ഉണ്ട്, ദിസ് ഉണ്ട്. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ യു ഗിവ് എ നെയിം, പ്ലാറ്റോ, എക്സ്, വൈ ഓർ സെഡ്, ഇതിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ ഒരു അസെൻഡിങ്ങും ഡിസെൻഡിങ് ഓർഡർ ഉണ്ട്. ഒന്നിന് ക്ലാരിറ്റി ഉണ്ട്. ഒരു ആദ്യത്തെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിക് ആണെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇത് നിൽക്കുമ്പോൾ അതിനൊരു മേ ബി ഒരു കോൺസെപ്റ്റ് ഒരു ഇതിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ വന്ന് നെയിമിൽ വരുന്നു. ആ നെയിമാണ് എന്താണ്? നമ്മുടെ പ്രിസെപ്റ്റ്സ്. അപ്പം ഈ പറയുന്ന അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സും പ്രിസെപ്റ്റ്സും ആയിട്ട് മാത്രം നമ്മൾ നിൽക്കുമ്പം ഒരു മിഡിൽ പാർട്ടി വരുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഇല്ല.
അതും എനിക്ക് തോന്നുന്നു ഈ ആക്സിയോമാറ്റിക് ആ തത്വത്തിനെ കുറിച്ചുള്ള നീഡിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അതാണ് ഈ ട്രീ ഓഫ് പ്രൊഫൈററി. അതൊരു ശരിക്കും ഒരു സിമാൻറ്റിക് ഒരു സയന്റിഫിക് യൂസേജ് കൊണ്ട് ഇതിനെ അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? കാരണം സബ്സ്റ്റൻസ് വരുന്നു, ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിൽ ആദ്യം ക്ലാരിറ്റി ഇല്ല, അത് പക്ഷെ ഒരു സത്യം തന്നെയാണ്. അപ്പം അതിൽ നിന്ന് പിന്നെ വന്നു അതിൻ്റെ അകത്ത് അനിമേറ്റ് ഇൻഅനിമേറ്റ് അങ്ങനെ വരുന്നു, അങ്ങനെ വന്ന് ഫൈനലി നെയിമിലെത്തുന്നു. അപ്പൊ അതായിരിക്കും ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ കോൺസെപ്റ്റും പ്രിസെപ്റ്റും വെച്ചു ഈ പറയുന്ന ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. കുട്ടികൾക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു ബി എക്സ്പ്ലെയിൻ ക്ലിയർലി. അപ്പൊ ഒരു ആക്സിയോമാറ്റിക് ഇത് വരണം. അപ്പൊ ആ ആക്സിയോമാറ്റിക് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പേജ് നമ്പർ 14 സെക്കൻഡ് പാരഗ്രാഫില് എനിക്ക് തോന്നുന്നു ഇത് എനിക്കൊരു ജസ്റ്റ് ഒന്ന് വായിക്കാതെ. Axiomatic thinking does not originate in the experimental world proper to physics. On the contrary, all axiomatic... 14 page. Page number 14, para number 2, second sentence. Second sentence. We can here be helped, adano. We have entered in a preliminary fashion into this interrelation between sense data, precepts, concepts and names, or the or words corresponding to them. So as to page 14 alla adonnode nokkittu paranju 14 page 14 le second paragraph. appo nammade page vere edana ketto. We have entered the axiomatic origin of possible truth inde adu angane paranja axiomatic under 6, that is axiomatic origin of possible truth le adinte etramate paragraph ennu para അങ്ങനെ പറഞ്ഞപ്പോ കാരണം പേജ് നമ്പറിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ആക്സിയോമാറ്റിക് തിങ്കിങ്ങില് ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് പാരഗ്രാഫ് വി ഹാവ് എന്റർഡ്. അതെ ശരി, ഫോർത്ത് പാരഗ്രാഫ്. ഓക്കെ, അതില് അമ്മയുടെ ബുക്കിൽ എവിടെയായിട്ടാ വരുന്നത്? അത് പേജ് നമ്പർ 14 ഫോർത്ത് പാരഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മൾ പറയുമ്പോഴത്തേക്ക് പേജ് നമ്പർ വ്യത്യാസമാണല്ലോ അത്. വരും. അപ്പൊ അങ്ങനെ വരുമ്പോ സെക്ഷൻസ് പറയാം. അപ്പൊ we have entered in a preliminary phase. അതില് സെക്കൻഡ് സെന്റൻസ്, axiomatic thinking does not originate in the experimental world proper to physics. On the contrary, all axiomatic thinking has in full measure definitely in full measure the a priori implicit in it. Yes. And should therefore be delegated to that pole where general ideas originate within the structure of total human understanding. അപ്പൊ ഇന്നലെ നമ്മളപ്പോ പറഞ്ഞില്ലായിരുന്നു ആ പോൾ ഉണ്ടെന്ന്. അപ്പൊ ആ തോട്ടിന്റെ ഡൊമൈനില് പ്രിസെപ്റ്റ്സും കൺസെപ്റ്റ്സും എന്നും പറഞ്ഞ ഒരു ഇടയ്ക്ക് ഒരു ഹോറിസോണ്ടൽ ലൈൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആ വെർട്ടിക്കൽ പോളിന്റെ മോളില് എ പ്രയോറിയും താഴെ എ പോസ്റ്റീരിയറി അങ്ങനെ വരുന്നു. അപ്പോ ആ ഒരു രീതിയിൽ അപ്പൊ അവര് പറയുന്നത് ഇങ്ങനെ ആ നടുക്ക് വരുന്ന ആ കാര്യം കൺസെപ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അത് ഇത് രണ്ടിനും പ്രൈമസി കൊടുത്തിട്ട് വൺ ഷുഡ് വാലിഡ് both should have validity എന്ന് ഉള്ള രീതിയിൽ. അതിൽ തന്നെ ഇപ്പൊ ഇതില് ഈ നെക്സ്റ്റ് സെന്റൻസ് വെച്ചാൽ അത് പറഞ്ഞത് there could be metaphysical there can be called metaphysical or ultraphysical. അത് രണ്ടാമത്തെ പോള്. The conceptualized version of both the immanent and the transcendental aspect of reality could be comprised within the scope of this pure logical parameters. അപ്പൊ ആക്സിയോമാറ്റിക് എന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ പാരാമീറ്ററിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പം അത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് അല്ലേ? ഇനി ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പോസിറ്റിവിസത്തിലേക്ക് അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് പേജ് നമ്പർ സബ്ജക്ട് മാറ്റർ ഒബ്ജക്ട് മാറ്റർ ഓഫ് ദ വർക്ക് അതിലേക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് സബ്ജക്ട് മാറ്റർ ആൻഡ് ഒബ്ജക്ട് മാറ്റർ ഓഫ് ദ വർക്ക്. അപ്പം അതില് അദ്ദേഹം പറയുന്നത് ഒരു സയന്റിഫിക് ആക്സിയോമാറ്റിക് തിങ്കിങ്, അതിൽ അദ്ദേഹം ലോജിക്കൽ റീസണിങ് നമ്മൾ പറഞ്ഞു. അപ്പം അതിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്
ഒരു മോർ ഓഫ് എ സയന്റിഫിക് ബേസിസ് ആണ് അദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വി ആർ മോർ കൺസേൺഡ് ഇൻ ദ ഫസ്റ്റ് ഇൻ ദിസ് വർക്ക് ലാസ്റ്റ് സെന്റൻസ് with giving it a scientific precision rather than a mere philosophical, religious or mystical description. Why is it so? അദ്ദേഹം പറയുന്നത് we have an epistemological paradox existing about the concept of the absolute that is limited, as we have already mentioned, due to the semantics that is confining it to various domains and the various the geographical limitations to it developed by the fables and proverbial this thing. So that is why he is trying to accepting that it is part and parcel of the absolute this thing, and accepting it in a totalitarian point of view. He see a primacy should be given to the scientific way of putting it into the modern domain. അതാണ് ഇപ്പൊ ഈ പോസിറ്റിവിസത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയാനുള്ള കാര്യം. കാരണം പോസിറ്റിവിസം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ സയന്റിഫിക്കലി പഠിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് തുടങ്ങുന്നത്. അതാണ് ഈ കാന്റിയൻ ഫിലോസഫി ഒക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ന്യൂ ഏജില് ഇത് റെലവെന്റ് ആണ്. ആസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വെൻ language in the scientific plane is more communicable over and above the semantics by way of the language of quantum mechanics and nuclear physics. In the same manner, a similar semantics has to be developed by means of an axiomatic approach, giving even accepting the fact that it is more on the a priori concept. But when it is tried to being explained, scientific language or attribute shall be given to it. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം that is what the modern era demands. ഇതാണ് എനിക്ക് പേജ് നമ്പർ 16 വരെ അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ക്ലാസ് റൂമിലത്തെ ആ പഠനവും ഒക്കെ ആ സൈസാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ ഈ ഒബ്സർവ് ചെയ്ത് ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് ആ ഒബ്സർവേഷൻ ഈ പോസിറ്റിവിസ്റ്റിന്റെ പോലെയാണ്. അവർ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് അതിന് പ്രകാരമുള്ള അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന എംപിറിക്കൽ ലോസും പിന്നെ നിഗമനങ്ങളും ഒക്കെ അവർക്ക് കിട്ടുമ്പം അത് വെച്ച് പിന്നെ അവർ എന്താണ് ചെയ്യുന്നത്, കൺസെപ്ച്വലൈസേഷൻ ചെയ്യും. അതായത് positivists are like that, where they conceived with a positive facts and phenomena and speculation on that. They will have speculation upon the causes and the origin. അവർ ചിന്തിക്കും, അതിനെക്കുറിച്ചും ചിന്തിക്കും. അപ്പൊ അവിടെയും ഒരു കൺസെപ്ച്വലിസം അവിടെയും ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അവിടെ. അപ്പോൾ സയൻസ് തന്നെയാണ്, പക്ഷെ സയൻസിന്റെ ഈ പിന്നെ ഇത് പറഞ്ഞ പോലെ ഇതിനകത്ത് എന്തൊക്കെ വരും, ലോജിക് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, പോസിറ്റീവ്സിന്റെ അപ്രോച്ചില് സെമാന്റിക്സും ഉണ്ട്. അപ്പോൾ each of these are being received by the modern thinkers. അപ്പോൾ ഈ മോഡേൺ തിങ്കേഴ്സിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർക്കില് അല്ല മോഡേൺ വേൾഡ് ഡിമാൻഡ്സ് ദാറ്റ്. യെസ് യെസ്, അതുകൊണ്ട് അപ്പം ഇതിന്റെ ഇപ്പം എ പ്രയോറി മാത്രം പോരാ, മറ്റേതും രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. കാരണം അതാണ് നമ്മൾ പറയുന്നത്, ആക്സിയോമാറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടോട്ടൽ ട്രൂത്തിനെ കുറിച്ചാണ്. അതാണ് ടോപ്പ് ഓഫ് ദ പോൾ അത് നിൽക്കുന്നത്, ആക്സിയോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അത് ദാറ്റ് ഇസ് ദ ടോട്ടലിറ്റേറിയൻ ഓർ ടോട്ടോളജിക്കൽ ദിസ് തിങ്. അപ്പം അതിനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് സിമാന്റിക്സിൽ മാത്രം ഒതുങ്ങാതെ അതിന്റെ ലിമിറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ മോർ വാട്ട് ദ മോഡേൺ വേൾഡ് ഡിമാൻഡ്സ്
where quantum mechanics and nuclear physics have developed. In a similar manner, a language has to be developed in the axiomatic plane, where the a priori principles is put to the modern society in a more scientific perspective. അതാണ് അത് എന്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഈ അപ്രോച്ച് വന്നാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് ഇപ്പൊ അത് അപ്പൊ അങ്ങനത്തെ ഒരു സയൻസ് വേണം. ഇന്റഗ്രേറ്റഡ് സയൻസ് ആയിരിക്കണം. അതായത് ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് ആണ്. അപ്പോ ആബ്സല്യൂട്ട് എന്ന് വെച്ചാൽ ട്രൂത്ത്, ഒരു പരമസത്യം. എന്തോ ട്രൂത്ത്, ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന സത്യം. സയൻസും അതേ കണക്ക് മെറ്റാഫിസിക്സും ഉൾപ്പെടുന്ന ആ സത്യം. സത്യം. അപ്പൊ ഈ രണ്ടിനും വാലിഡിറ്റി ഉണ്ടെന്ന് ഉള്ളത് അവിടെ കാണിക്കണം. അതിനൊരു ആക്സിയോമാറ്റിക് അപ്രോച്ച് കൊടുത്ത് സയന്റിഫിക് വ്യൂവിൽ മോഡേൺ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആണ് അദ്ദേഹം ഇനി ഈ ബുക്കിൽ കൊണ്ടുവരാൻ പോകുന്നത്. മോർ ഓൺ ദ സെയിം ലൈൻസ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. ആക്സിയോമാറ്റിക് പ്രിൻസിപ്പിൾസ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമുക്ക് തന്നു, എന്താണ് അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഇന്നലത്തെയും ഇന്നുകൂടി ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ക്ലാരിറ്റി ആയി ടോപ്പിക്കിൽ. അപ്പൊ ഇതിനകത്ത് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ആൻഡ് ഓബ്ജക്ട് മാറ്റർ. അപ്പൊ ഈ സബ്ജക്ട് മാറ്റർ പറയുന്നത് എപ്രയോറി പ്രകാരമായിരിക്കും. ഓബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് എപ്രയോറിറ്റി എന്താണ് അല്ല. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ രണ്ട് യൂസേജ് ഏത് കോണ്ടെക്സ്റ്റിലാണ് കൊണ്ടുവന്നേ? അതാണ് ഞാൻ നോക്കുന്നത്. അതായിരുന്നു ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് വന്നത് രണ്ടെണ്ണം ആയിരുന്നു. അതായത് there is a in the what you call that thought domain പിന്നെ പിന്നെ axiomatic thinking a priori is implicit and but then what should come is what they want is that author wants is that even a priori is the natural this thing. It is towards on the a priori plane, axiomatic. But what is trying to be done in this work is to give a perceptual thinking or a posteriori concept to it. Concept. So bring it to that. Okay. And when this is the thing, in a posteriori you have more of the what you say sense objects measuring and all that. Yes, data. Data. But in the other one, a priori, you will be having more of semantics. Subjective this thing. ആ കോണ്ടെക്സ്റ്റിലാണ് അതും കണക്ട് ചെയ്തായിരിക്കും ഈ സബ്ജക്ട് മാറ്റർ ഒബ്ജക്ട് മാറ്റർ. യെസ്, വെരി ഗുഡ് എക്സ്പ്ലനേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് രണ്ടും, അതായത് ഗ്രഹിക്കുന്ന മനുഷ്യനും അവൻ ഹു ആം ഐ എന്ന് പറയുന്നതിന്റെ ആ പാർട്ട് സബ്ജക്റ്റും from where this world has come matter എന്ന് പറയുന്നതും അത് പദാർത്ഥവും, അതായത് subject matter will be your metaphysics and object matter will be your physics എന്ന് indirect ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ആ രണ്ട് സാധനവും മെറ്റാഫിസിക്സും ഫിസിക്സും വന്ന് ഒരു ഇന്റഗ്രേറ്റഡ് സയൻസ് വരണം എന്നും ആബ്സല്യൂട്ടും. അപ്പൊ അതനുസരിച്ച് ഈ ആബ്സല്യൂട്ടിന്റെ പിന്നെ absolutism ഇത് വരും. അപ്പൊ the notion of the absolute is normally within the reach of human understanding. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് കഴിയുമ്പോൾ അടുത്തതിലുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ അത് ഇതിനെയും ബാധിക്കും ഈ ആബ്സല്യൂട്ടിന്റെ. അപ്പൊ ആ നമ്മുടെ ടൈറ്റിലിനകത്തുള്ള ഇന്റഗ്രേറ്റഡ് സയൻസിന്റെ പാർട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ ആബ്സല്യൂട്ടിന്റെ ക്വസ്റ്റ്യൻ, the notion of the absolute is normally within the reach of human understanding. The mystery hitherto surrounding it is only due to an epistemological paradox. അതായത് നോളജിന്റെ പ്രോബ്ലം. അപ്പൊ ഒന്ന് ഗ്രഹിച്ചറിയുന്നത് മറ്റേത് ഇൻട്രോസ്പെക്ട് ചെയ്ത പിന്നെ ഇന്റലിജൻസ് ലെവലിൽ അറിയുന്നത് അല്ല. because this truth is being mystified. Yes. Truth is being mystified by way of semantics.
That is why he talks of the Upanishadian concepts and the Tibetan and the Chinese this thing folklore and the languages used therein. So that is the shortcoming that is we are having. Appa adana epistemological lacuna that is existing. Epistemological paradox ennu parayunu. Paradox. പാരഡോക്സ് എന്ന് പറയുന്നത് സത്യത്തിന്റെ വിരോധാഭാസം. അപ്പൊ അതായത് പെർസെപ്ഷൻ പാരഡോക്സ് വിച്ച് ഹാസ് ടു ബി ഷെഡ്, ഡിസോൾവ്ഡ്, അബോളിഷ്ഡ് ആൻഡ് ബാനിഷ്ഡ് ഫ്രം a way of thinking. Then a content can emerge from behind it. അത് തന്നെ നമ്മുടെ ഈ എപ്പിസ്റ്റമോളജിക്കൽ പാരഡോക്സ് എന്ന് പറയുന്നത് ഈ കൺസെപ്ച്വലിസം പെർസെപ്ച്വലിസത്തിന്റെ ഇടയ്ക്കുള്ള priori concepts എന്ന് പറയുന്നത് now it is more mysticized, mythology given, and it is a mystery laden thing where it is not made available to the ആ രീതിയിലുള്ള ലാക്കുണയും അതിനുണ്ട്. That is also he's pointing out. അതോട് മാറ്റണം. അതോട് മാറ്റിയാലേ ഉള്ളൂ നമുക്ക് ഒരു ശരിക്കുള്ളൊരു ആബ്സല്യൂട്ടിനെ കുറിച്ചുള്ള ശരിയായ ഒരു ധാരണ നമുക്ക് കിട്ടുള്ളൂ എന്നാണ്. Then a content can emerge from behind it as it were, helping us to give precise significance even to such a subtle and ultimate notion of the absolute. അപ്പൊ അവിടെയും ഇതിന്റെ ഈ സയൻസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ നോഷൻ ഓഫ് ദ ആബ്സല്യൂട്ടും ഉണ്ടാവുന്നതെന്ന് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസും വരുന്നുണ്ട് ഇതിനകത്ത്, അല്ലേ? അതാണല്ലോ അദ്ദേഹം പറയുന്നത്. ഈ ആക്സിയോമാറ്റിക് തിങ്കിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ പറയുന്ന ഈ ആക്സിയോമാറ്റിക് തിങ്കിങ്ങില് ആ തോട്ട് പ്രോസസ്സിൽ ഇദ്ദേഹം ഈ റൈറ്റിംഗിൽ കൊടുത്തിരിക്കുന്നത് മോഡേൺ വേൾഡ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. That is what the positivist has been doing. That is what the Einstein has also emphasizing. What is the language of the science or the essential or empiricist has been doing? They are ada quantum mechanics indeed, nuclear physics indeed, anu semantics venda. Because they can communicate. The Russians and the Americans can communicate by nuclear physics and quantum mechanics. അതിനുണ്ട് ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ ആ ലാംഗ്വേജിന് ഇങ്ങനെ എന്താണ് മിസ്റ്ററി ഒന്നുമില്ല. അതാണ് അതുകൊണ്ടായിരിക്കും. കൺസെപ്ച്വലൈസേഷൻ ഇല്ലല്ലോ. ഇവിടെ ആണെങ്കിൽ ദിസ് മെനി ഡേറ്റാസ് ആർ ദേർ. അപ്പൊ അതിന് ലോസ് ഉണ്ട്, അതിന് ചില വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് അത് മാത്രമല്ല, അതാണ് അവിടെയാണ് ഈ എപ്പിസ്റ്റമോളജിക്കൽ പാരഡോക്സിന്റെ ലിമിറ്റ്സ് അതിനില്ല എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുകൂടെ ഉണ്ട്. ഈ പറഞ്ഞ ഈ ലിറ്ററേച്ചർ ഇൻ ദ സയന്റിഫിക് ഫീൽഡ് ദർ ആർ ഫോർ എക്സാമ്പിൾ ചില സബ്സ്റ്റൻസിന്റെ പേരൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫോറം പോലെ സയന്റിസ്റ്റ് എല്ലാം ജോയിൻ ചെയ്ത് ചില റൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടേ അവര് അത് പാലിക്കും. എല്ലാ പിന്നെ രാജ്യങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സയന്റിഫിക്കലി ഡെവലപ്ഡ് കൺട്രീസ് ഓൾ ഗെറ്റ് ടുഗെദർ ആൻഡ് ദെൻ ദേ കൺഫോം ടു ദോസ് ലോസ്. അപ്പൊ അവിടെ ഒരു ലാംഗ്വേജ് പോലെ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇവര് സയന്റിസ്റ്റിന്റെ ഇടയ്ക്ക് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ടെർമിനോളജി ഒക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്ന അവരുടെ ഈ സ്റ്റഡിയിലൊക്കെ. അങ്ങനെ ഉണ്ടൊരു കാര്യം. അപ്പോ അതാണ് അത് വെരി റെലവെന്റ് ആണ്. കാരണം ആ ലാംഗ്വേജ് ആണ് ഇദ്ദേഹം പറയുന്നത്. ആ ലാംഗ്വേജ് ആണ്, അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത് ഒരു ദ്രവ്യം എത്ര ചെറിയ കണിക, ഒരു ഇലക്ട്രോൺ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇലക്ട്രോൺ അതിനെക്കാട്ടും ചെറുതായ ക്വാക്സ് ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, അത് ഒരു സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ, അതിനൊരു എനർജി ഉണ്ടോ, അത് ഷാർപ്പായിട്ട് പറയാൻ പറ്റുമോ, അതിന്റെ എനർജി ലെവൽ പറയാൻ പറ്റുമോ, അത് അവിടെ ഉണ്ടോ എന്നും പറയാൻ പറ്റുമോ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇറ്റ് ഇൻ വൺ പർട്ടിക്കുലർ പ്ലേസ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ മാറ്റർ വേവ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മറ്റേ തലത്തിലോട്ട് പോകുമ്പം, അതായത് സുപ്രീം എന്ന് പറയുമ്പം എങ്ങനെ നമ്മൾ ചിന്തിക്കും? വേവ്സ് ആണെങ്കിൽ വേവ്സ് ഇല്ലായ്മ എന്നൊരു തലത്താണോ ചിന്തിക്കേണ്ടത്? ഇക്വാനിമിറ്റി എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെ വന്ന് ആ കണക്ട് ചെയ്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാലിഡിറ്റി കൊടുത്ത് കണക്ട് ചെയ്ത്
എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ വരണം സയൻസ് ഐഡി എന്നുള്ളതായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോകുമ്പോഴേ അറിയുള്ളൂ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. എന്താണ് ഈ റൈറ്റിംഗിൽ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറയാനായിട്ട് നമുക്ക് തലപുകഞ്ഞ് ആലോചിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഹരി ഓം. ഹരി ഓം.